കേരളത്തിന്റെ തന്നെ തലവര മാറ്റാൻ ശേഷിയുള്ള ഒന്നാണ് വിഴിഞ്ഞം പദ്ധതി. അടുത്ത 10 വർഷം കൊണ്ട് വിഴിഞ്ഞം ദക്ഷിണേഷ്യയിലെ ഏറ്റവും മികച്ച തുറമുഖമായി മാറും. ഒരു വർഷം 250 കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വിഴിഞ്ഞം തുറമുഖം വളരുമ്പോൾ സംസ്ഥാനത്തിന് ലഭിക്കുന്ന നേട്ടം ചില്ലറയല്ല. ഏറ്റവും ആധുനികമായ യന്ത്ര സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം ആഗോള വ്യാപാര വാണിജ്യ മേഖലകളിൽ കേരളത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കും. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചു. നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി വിഴിഞ്ഞത്തിനായി സമ്മാനിച്ചത്. എന്താണ് വിഴിഞ്ഞത്തിന് ഒരുക്കിയ പ്രഖ്യാപനമെന്ന് നോക്കാം. വിഴിഞ്ഞം തുറമുഖത്തിനെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നാണ് പ്രഖ്യാപനങ്ങളിൽ പ്രധാനം. സിംഗപ്പൂർ, ദുബായ് മാതൃകയിൽ കയറ്റുമതി ഇറക്കുമതി തുറമുഖമാക്കി വിഴിഞ്ഞത്തെ മാറ്റും. ഇതിന്റെ ഭാഗമായി വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന വളർച്ച ത്രികോണ പദ്ധതി നടപ്പാക്കും. NH 66, പുതിയ ഗ്രീൻഫീൽഡ് NH 744, MC റോഡ്, മലയൂര് തീരദേശ ഹൈവേ, റെയിൽ പാതകൾ വികസിക്കുന്നതിന് ഈ പദ്ധതി കാരണമാകും. വിഴിഞ്ഞം പദ്ധതി 2028 പൂർത്തിയാക്കും. തെക്കൻ കേരളത്തിന് പുതിയ കപ്പൽ നിർമ്മാണശാലയും ബജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. 2028 പദ്ധതി പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി നിയമസഭയിൽ അറിയിച്ചിട്ടുമുണ്ട്. വിഴിഞ്ഞത്തെ ബൃഹത്തായ കയറ്റുമതി ഇറക്കുമതി തുറമുഖമായി മാറ്റും. വിഴിഞ്ഞം അനുബന്ധ വികസനത്തിന് കൂടുതൽ ശ്രദ്ധ നൽകും. വിഴിഞ്ഞം കേന്ദ്രം നൽകേണ്ട തുക കൂടി സംസ്ഥാനം ചെലവഴിച്ചു. വിഴിഞ്ഞത്തെ വളർത്താൻ പദ്ധതി വിഴിഞ്ഞത്തെ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാക്കുമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇതിനായി ബൃഹത് പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചു. പ്രധാന വ്യവസായ ഇടനാഴിയാക്കി വിഴിഞ്ഞത്തെ മാറ്റും. കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും പ്രധാന കേന്ദ്രമായി വിഴിഞ്ഞത്തെ വളർത്തും. കോവളം, ബേക്കൽ ഉൾനാടൻ ജലഗതാഗത ഇടനാഴി ഉണ്ടാക്കും. ഉൾനാടൻ ജലഗതാഗത വികസനത്തിന് കിഫ്ബി 500 കോടി നൽകും. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വ്യവസായിക ഇടനാഴി, ഇതിനായി ഭൂമി വാങ്ങാൻ കിഫ്ബി വഴി 1000 കോടി. കൂടുതൽ റോഡുകൾ, മലയോര റോഡുകൾ എന്നിവ ഉൾപ്പെടുത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. അതേസമയം തലസ്ഥാന ജില്ലയുടെ വികസന കുതിപ്പിന് കരുത്തേകാൻ സംസ്ഥാനത്തെ രണ്ടാമത്തെ മെട്രോ റെയിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കാനുള്ള നടപടികൾ ഈ വർഷം തന്നെ തുടങ്ങുമെന്ന് ധനമന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെട്രോയും യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞ ധനമന്ത്രി കൊച്ചി മെട്രോയുടെ വികസനം തുടരുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം മെട്രോ പദ്ധതിയുടെ അന്തിമ അലൈൻമെന്റ് ഈ മാസം അവസാനത്തോടെ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ഇതിനകം നിരവധി അലൈൻമെന്റ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്ന് KMRL മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് വ്യക്തമാക്കിയത്. ഡൽഹി മെട്രോ റെയിൽ ലിമിറ്റഡ് തയ്യാറാക്കിയ നിർദ്ദേശങ്ങളും സർക്കാരിന്റെ കയ്യിലുണ്ട്. അതെല്ലാം പൂർണ്ണമായും സാങ്കേതിക അടിസ്ഥാനത്തിലാണ്. സർക്കാർ അവയെല്ലാം വിശകലനം ചെയ്ത് ഏറ്റവും യോജിക്കുന്നത് തിരഞ്ഞെടുക്കും. അത് ഈ മാസം അവസാനത്തോടെ ഉണ്ടാകുമെന്ന് കരുതുന്നു എന്ന് ബെഹ്റ അറിയിച്ചു. സർക്കാർ അലൈൻമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിന് സമർപ്പിക്കും. ടെക്നോ പാർക്കിനടുത്ത കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിച്ച് കിഴക്കേക്കോട്ട വരെ പോകുന്ന അലൈൻമെന്റാണ് സംസ്ഥാന സർക്കാർ കൂടുതൽ താൽപര്യപ്പെടുന്നത്. മറ്റ് അലൈൻമെന്റുകളും പരിഗണിക്കുന്നുണ്ട്. 42 കിലോമീറ്റർ പാതയാണ് തലസ്ഥാനത്തെ മെട്രോ റെയിൽ പദ്ധതിയിൽ ഉൾപ്പെടുക എന്നാണ് അറിയുന്നത്. 20 സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോ പദ്ധതികളുടെ ചെലവ് 20:20:60 അനുപാതത്തിലാവും പങ്കിടുക. 20% വീതം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബാക്കിയുള്ളത് അംഗീകൃത ഏജൻസിയിൽ നിന്നുള്ള വായ്പ വഴിയുമാണ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.